നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. സെൻട്രൽ ACP ജയകുമാറാണ് സംഘത്തെ നയിക്കുന്നത്. സെൻട്രൽ SHOക്ക് അന്വേഷണ ചുമതല നൽകി. സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ട്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് എതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി ഉടനെ രേഖപ്പെടുത്തും. ബോബി ചെമ്മണ്ണൂർ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. നടിക്കെതിരെ അശ്ലീല കമന്റിട്ട 30 പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത 75-ാം വകുപ്പ് പ്രകാരമാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിൽ പലരും പറയുന്നത് കണ്ടു, കാശ് വാങ്ങിയിട്ടല്ലേ ഹണി റോസ് ഉദ്ഘാടനത്തിന് പോകുന്നത്, അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ട എന്ന്. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അവർ കാശ് മേടിക്കുന്നത് ഉദ്ഘാടനം എന്ന പരിപാടിക്കാണ്, അല്ലാതെ അവിടെ നിൽക്കുന്നവന്റെയും പോകുന്നവന്റെയും വായിലുള്ള ഡബിൾ മീനിങ് അശ്ലീലവും ആംഗ്യവും കാണാൻ വേണ്ടിയല്ല. അത് ഇത്തരം ആളുകൾ മനസ്സിലാക്കണം. ഹണി റോസ് അവരുടെ ഭംഗി, ഗ്ലാമർ, ശാരീരികപരമായ പ്രത്യേകതകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കാണ്. സിനിമയിൽ നായകൻ ഷർട്ടൂരി 6 പാക്ക് കാണിക്കുന്നുണ്ട്. കോടികൾ കൊടുത്ത് കൊണ്ടുവരുന്ന നായികമാർ അല്പവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. അതെല്ലാം ആ മേഖല ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബോധമുള്ളവർ ഇതെല്ലാം ഒരു പ്രൊഫഷണൽ രീതിയിലാണ് എടുക്കുന്നത്. അതിൽ ഹണി റോസ് മാത്രം നിരന്തരം കമന്റുകളാൽ അപമാനിക്കപ്പെടണം എന്നത് നീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് വരെയുള്ള ചെയ്തികൾ വെച്ച് നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി വളരെ നിലവാരം കുറഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അയാൾ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് മാർക്കറ്റിംഗ് ആണ്, ബിസിനസ് വളർത്താനുള്ള ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതും തെറ്റാണ്. അയാൾ പ്രായവ്യത്യാസമില്ലാതെ പറയുന്ന അശ്ലീലം എന്തോ വലിയ തമാശയാണെന്നും തഗ്ഗാണെന്നും കരുതി കൈയടിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലവാരം കുറഞ്ഞ ഒരു കൂട്ടം ജനതയാണ് നമ്മുടെ പ്രശ്നം. പണവും സ്വാധീനവും ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ തന്റെ മാനസിക വൈകൃതങ്ങൾ വിളിച്ചു പറയുകയാണ്. ഹണി റോസുമായി ചേർന്നുള്ള ഉദ്ഘാടനത്തിൽ ഇയാൾ പറഞ്ഞത് കേൾക്കണം, ഇവരെ കാണുമ്പോൾ എനിക്ക് പുരാണത്തിലെ കഥാപാത്രമായ കുന്തിയെയാണ് ഓർമ്മ വരുന്നതെന്ന്. ശേഷം അവരെ കയ്യിൽ പിടിച്ച് കറക്കി, ഇങ്ങനെ നിന്നാൽ മുൻഭാഗം മാത്രമേ കാണൂ, കറങ്ങിയാലേ പിൻഭാഗം കാണുള്ളൂ എന്നൊരു കമന്റും. മാലയെക്കുറിച്ച് പറയുന്നതാണ് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു അശ്ലീലം. ഇതെല്ലാം തമാശയായി ആസ്വദിച്ചുകൊണ്ടല്ല ഹണി റോസ് അവിടെ ചിരിച്ചുകൊണ്ട് നിന്നത്. ആ സമയത്ത് ഒരു സ്ഥാപനം തുറക്കുന്ന അവസരത്തിൽ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അതിനെ തുടർന്ന് ബോച്ചയുടെ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. അതുതന്നെയാണ് അവർ പിന്നീട് ചെയ്തതും. ഹണി റോസ് പറയുന്നുണ്ട്, പലതരം വിമർശനങ്ങളെയും ഹർട്ട് ചെയ്യാത്ത തരത്തിലുള്ള ട്രോളുകളെയും അവർ ആസ്വദിച്ചിട്ടുണ്ട് എന്ന്. മറ്റൊരു കാര്യം, ബോബി ചെമ്മണ്ണൂർ എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും കർത്താവും മാതാവും കുരിശുമൊന്നും അതിന്റെ പേരിൽ തെറി കേൾക്കേണ്ടി വരില്ല എന്നതാണ്. ഇയാളുടെ സ്ഥാനത്ത് MA യൂസഫ് അലി എങ്ങാനും ആയിരുന്നെങ്കിൽ അള്ളാഹുവും മുഹമ്മദും മതപുസ്തകവും എല്ലാം ഇപ്പോൾ കമന്റുകളിൽ നിറഞ്ഞേനെ. ഇപ്പോഴത്തെ കേസ് വളരെ സ്വാഗതാർഹമായ ഒന്ന് തന്നെയാണ്. മാപ്പ് പറയുകയോ നിയമത്തിന് അനുസരിച്ചുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുന്നു. ഇനി ആരെയും അയാൾ തുണിക്കടയിലെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടയിലെ പാവയെ പോലെ തിരിച്ചും മറിച്ചും നിർത്താൻ ധൈര്യപ്പെടില്ല. അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ അയാൾക്ക് ഹണി റോസ് എന്നൊരു പേര് ഓർമ്മയിൽ വരും.